ഹലോ ഫ്രണ്ട്സ്, ഈ ലോകത്തുള്ള ഒരുപാട് ഫാമിലീസിൽ, അതും പെർട്ടിക്കുലറായിട്ട് ഇന്ത്യൻ ഫാമിലീസിൽ നമ്മൾ പണത്തെക്കുറിച്ച് സംസാരിക്കാറില്ല. കൂടുതൽ പണം സമ്പാദിക്കുന്നത് എന്തോ തെറ്റായിട്ടുള്ള കാര്യമാണെന്നുള്ള പോലെ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് പോലും അവോയ്ഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇങ്ങനെ ഇഗ്നോറന്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ ഇന്ത്യൻസിന്റെ റിട്ടയർമെന്റ് പ്ലാന് ഒന്നുകിൽ അവസാനം വരെ നമ്മൾ ജോലി ചെയ്യും, അല്ലെങ്കിൽ നമുക്ക് വയസ്സായാലും നമ്മുടെ കുട്ടികൾ നമ്മളെ നോക്കുന്നത് വരെ ജോലി ചെയ്യും. നമ്മൾ ചെറുപ്പം മുതലേ ഇതുപോലെയുള്ള കാര്യങ്ങൾ കണ്ടു വളരുന്നത് കൊണ്ട് എല്ലാവരും ഇതുപോലെ ആയിരിക്കുമെന്ന് നമ്മൾ വിചാരിക്കും. നമ്മൾ ജോബ് എന്നൊരു സിംഗിൾ സോഴ്സ് ഓഫ് ഇൻകം മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് സുഖമില്ലെങ്കിലും ഇമ്പോർട്ടന്റ് വർക്ക് ഉണ്ടെങ്കിലും പുറത്ത് മഴ പെയ്താലും കൊടുങ്കാറ്റ് വന്നാലും നമ്മൾ ജോലിക്ക് പോകണമെന്ന് ഡെഡിക്കേറ്റഡ് ആയിട്ടായിരിക്കും ഉണ്ടാകുക. എന്നാൽ നമ്മൾ ഇവിടെ കാണിക്കുന്ന ഡെഡിക്കേഷൻ ഫിനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യണമെന്നുള്ള ഡയറക്ഷനിൽ കാണിച്ചാൽ നമ്മുടെ ലൈഫ് ശരിക്കും പീസ്ഫുൾ ആയിരിക്കും. എന്നാൽ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചാൽ ഈ ലോകത്തിൽ വെറും 5% ഓഫ് പീപ്പിൾസ് മാത്രമാണ് ഇതുപോലുള്ള കാര്യങ്ങൾ ആലോചിച്ച് തന്നെ നോക്കുന്നത്. നിങ്ങൾ ഒരു മാസം 10,000 ഏൺ ചെയ്താലും 10 lakhs ഏൺ ചെയ്താലും നിങ്ങൾ വിചാരിച്ചാൽ മാത്രമാണ് ആ ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന ഗോള് നിങ്ങൾക്ക് റീച്ച് ചെയ്യാൻ കഴിയുക. സോ ഈ ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന ഗോൾ റീച്ച് ചെയ്യുന്നതിന് ആദ്യം നമ്മുടെ ഫിനാൻഷ്യൽ നോളജ് ഇംപ്രൂവ് ചെയ്യണം. അതിന് ഇന്ന് നമ്മൾ ടോണി റോബിൻസിന്റെ ബുക്കായ മണി മാസ്റ്റർ ദ ഗെയിം, ഫിനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യുന്നതിനുള്ള 7 സ്റ്റെപ്സ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഈ 7 സ്റ്റെപ്സ് ടോണി റോബിൻസ്, വാരൻ ബഫറ്റ്, റേ ഡാലിയോ ഇതുപോലെ ഈ ലോകത്തിലെ ചില ബില്യണർ ഇൻവെസ്റ്റിംഗ് മൈൻഡ്സിനെ ഇന്റർവ്യൂ ചെയ്ത് ക്രിയേറ്റ് ചെയ്തതാണ്. ഈ വീഡിയോ ശരിക്കും നിങ്ങൾക്ക് വാല്യുബിൾ ആയിരിക്കും. സോ കോൺസെൻട്രേഷനോട് കൂടി ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. നമ്പർ 1, വെൽക്കം ടു ദ വേൾഡ് ഓഫ് മണി. ടോണി റോബിൻസ് ഇവിടെ ഫിനാൻഷ്യൽ വേൾഡിനെ ഒരു ജംഗിളുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. എങ്ങനെയാണ് നമ്മളൊരു കാട്ടിൽ കുടുങ്ങിയാൽ എവിടെ നിന്ന് ഏത് മൃഗം അറ്റാക്ക് ചെയ്യുമെന്ന് പേടിച്ചിരിക്കുക, അതുപോലെ റിയൽ വേൾഡിൽ നിങ്ങൾ കുറച്ച് പണം സമ്പാദിക്കാൻ തുടങ്ങിയ ഉടനെ ഒരുപാട് ആളുകൾ നിങ്ങളുടെ അടുത്തുള്ള പണം അവരുടേതാക്കണമെന്ന് വിചാരിക്കും. കാട്ടിൽ ഒരു സിംഹത്തെയോ പുലിയെയോ കണ്ടാൽ എന്തായാലും അത് നമ്മളെ അറ്റാക്ക് ചെയ്യുമെന്ന് നമുക്ക് മനസ്സിലാകും. എന്നാൽ റിയൽ ഫിനാൻഷ്യൽ വേൾഡിൽ ഒരുപാട് ആളുകൾ നിങ്ങൾക്ക് സ്റ്റോക്ക് ടിപ്സ് ആൻഡ് അഡ്വൈസറി എന്ന പേരിൽ നിങ്ങളുടെ ഗ്രീഡ് ആൻഡ് ഇമോഷണൽ ട്രിഗേഴ്സ് യൂസ് ചെയ്ത് നിങ്ങളുടെ മണി അവരുടെ ഗോൾസ് ആൻഡ് ടാർഗറ്റ്സ് അച്ചീവ് ചെയ്യാൻ യൂസ് ചെയ്യും. സോ എപ്പോഴും ഫിനാൻഷ്യൽ കാര്യത്തിൽ ലേസി ആയിട്ടും ഇഗ്നോറന്റ് ആയിട്ടും അല്ലാതെ നിങ്ങളുടെ നോളജ് ആൻഡ് എക്സ്പീരിയൻസ് ഇംപ്രൂവ് ചെയ്യുന്നതിന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ തുടങ്ങുക. ഒന്നും ബ്ലൈൻഡ് ആയിട്ട് വിശ്വസിക്കാതെ ഏത് ഡിസിഷൻ എടുത്താലും ലോജിക്കലായിട്ട് ആലോചിച്ചെടുക്കുക. സോ ഫിനാൻഷ്യൽ കാര്യങ്ങളെ കുറിച്ച് പഠിച്ചുകൊണ്ടിരുന്നാൽ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാതെ നിങ്ങളെ തന്നെ നിങ്ങൾക്ക് വിശ്വസിച്ചു തുടങ്ങാം. സോ ലെസൺ നമ്പർ 1 എന്താണെന്ന് ചോദിച്ചാൽ, ജംഗിളിൽ സർവൈവ് ആകുന്നതിന് നിങ്ങളുടെ ഫിനാൻഷ്യൽ നോളജ് എപ്പോഴും ഇംപ്രൂവ് ചെയ്തുകൊണ്ടേയിരിക്കുക. നമ്പർ 2, നോ ദ റൂൾസ് ബിഫോർ യു ഗെറ്റ് ഇൻ. ടോണി റോബിൻസ് നമുക്കിവിടെ സിമ്പിൾ ആയിട്ടുള്ള ഒരു അഡ്വൈസ് തരുന്നുണ്ട്. നമ്മൾ ഇൻവെസ്റ്റ്മെന്റിലൂടെ നമ്മുടെ പണം മൾട്ടിപ്ലൈ ചെയ്യണമെന്ന് വിചാരിച്ചാൽ അതിന് നമ്മൾ ഫോളോ ചെയ്യേണ്ട ഫസ്റ്റ് റൂള് നമ്മുടെ മൈൻഡ് സെറ്റ് കൺസ്യൂമർ മൈൻഡ് സെറ്റിൽ നിന്ന് ഒരു ഇൻവെസ്റ്റർ മൈൻഡ് സെറ്റിലേക്ക് മാറ്റണമെന്നാണ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, നിങ്ങളൊരു ലേറ്റസ്റ്റ് ഫോൺ വാങ്ങണമെന്ന് വിചാരിക്കുമ്പോൾ ആ കമ്പനിയുടെ സ്റ്റോക്സും വാങ്ങണമെന്ന് വിചാരിക്കണം. നിങ്ങൾ കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്ന പണമെല്ലാം ആ കമ്പനിക്ക് കൊടുത്തു, ഈ കമ്പനിക്ക് കൊടുത്തു എന്ന് പറയാതെ ഈ കമ്പനി ഓൺ ചെയ്യുന്നു, ആ കമ്പനി ഓൺ ചെയ്യുന്നു എന്ന് പറയണം. ഇങ്ങനെ പറഞ്ഞാലാണ് നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള ഡയറക്ഷനിൽ പോകുന്നു എന്നർത്ഥം. നിങ്ങൾക്ക് ബേസിക് ആയിട്ട് ഇൻവെസ്റ്റ്മെന്റ് നോളജ് വന്നതിന് ശേഷം സ്റ്റോക്ക് മാർക്കറ്റാണ് ലോങ് ടേമിൽ ബെസ്റ്റ് റിട്ടേൺസ് തരിക എന്ന് നിങ്ങൾ റിയലൈസ് ചെയ്യും. ഇത് റിയലൈസ് ചെയ്തതിന് ശേഷം ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് ബേസിക് ആയിട്ട് ഒരു ഡിമാറ്റ് അക്കൗണ്ട് ആവശ്യമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. എന്താണ് ഡിമാറ്റ് അക്കൗണ്ട് എന്ന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് എല്ലാം കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ട് കംപ്ലീറ്റ് വീഡിയോസ് ഞാനൊരു പ്ലേലിസ്റ്റ് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ദയവായി അതും ഒന്ന് കാണാൻ ശ്രമിക്കുക. നമ്പർ 3, ഡിസൈഡ് ദ എക്സാക്ട് നമ്പർ യു വാണ്ട്. നമ്മൾ റാൻഡം ആയിട്ട് ചില ആളുകളോട് അവരുടെ ലൈഫ് അവർ വിചാരിക്കുന്നത് പോലെ ജീവിക്കാൻ പണം വേണ്ടി വരുമെന്ന് ചോദിച്ചാൽ നമുക്ക് മോസ്റ്റ് കോമൺ ആയിട്ട് കിട്ടുന്ന ആൻസേഴ്സ് 10 കോടി 100 കോടി എന്നൊരു ആൻസർ ആയിരിക്കും. എന്നാൽ ഇതുപോലെ റാൻഡം ആയിട്ട് ഒരു വലിയ എമൗണ്ട് പറയുന്നത് കൊണ്ടാണ് നമ്മളിൽ ഒരുപാട് ആളുകൾ ഫിനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യാൻ കഴിയാത്തത്. ടോണി റോബിൻസ് പറയുന്നത് നമ്മൾ ഫിനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യുന്നതിന് എപ്പോഴാണ് ഒരു എക്സാക്ട് എമൗണ്ട് ആവശ്യമാണെന്ന് ഡിസൈഡ് ചെയ്യുന്നത്, അപ്പോഴാണ് അത് അച്ചീവ് ചെയ്യുന്നതിന് ചാൻസസ് കൂടുതലാകുക എന്നാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള എക്സാക്ട് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് സിമ്പിൾ ആണ്. ഉദാഹരണത്തിന് നിങ്ങളെ ഒരു ഫാമിലി മാൻ ആയിട്ട് കൺസിഡർ ചെയ്ത് മാസം നിങ്ങളുടെ വീട്ടിലേക്ക് 35,000 ചെലവാകുന്നുണ്ടെന്ന് വെക്കുക. അപ്പോൾ വർഷത്തിൽ നിങ്ങൾ 4,20,000 ചെലവാക്കും. 4,20,000 നിങ്ങൾക്ക് ചെലവാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഒരു 70 lakhs ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മന്ത്ലി എക്സ്പെൻസസ് കുറച്ച് വർഷത്തേക്ക് മാനേജ് ചെയ്യാൻ കഴിയും.
ഈ 70 lakh എന്ന നമ്പർ എവിടെ നിന്നാണ് വന്നതെന്ന് ചോദിച്ചാൽ അതിപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മൾ ഏത് ബാങ്കിൽ FD ഇട്ടാലോ അല്ലെങ്കിൽ ചില ലിക്വിഡ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്താലോ ആവറേജ് ആയിട്ട് നമുക്ക് 6% റിട്ടേൺസ് കിട്ടും. 70 lakhsന്റെ 6% റിട്ടേൺ നോക്കിയാൽ നമുക്ക് നമ്മുടെ ഇയർലി എക്സ്പെൻസ് 4,20,000 കിട്ടും. ഒബ്വിയസ് ആയിട്ട് നമ്മൾ ഇവിടെ ഇൻഫ്ലേഷൻ കാൽക്കുലേറ്റ് ചെയ്താൽ നമ്മുടെ ക്യാപിറ്റൽ കുറയാതെ ഇൻവെസ്റ്റ്മെന്റിന്റെ റിട്ടേൺസിൽ മാത്രം ലൈഫ് ലീവ് ചെയ്യുന്നതിന് ഈ 70 lakhsനേക്കാൾ കൂടുതൽ എമൗണ്ട് നമ്മൾ സേവ് ചെയ്യേണ്ടി വരും. ബട്ട് നമ്മൾ റാൻഡം ആയിട്ട് മുമ്പ് ഇമാജിൻ ചെയ്ത 10 crores or 100 crores ഇത് റിയലിസ്റ്റിക് ആയിട്ടും അച്ചീവബിൾ ആയിട്ടുമാണ് ഉള്ളത്. അതുകൊണ്ട് എക്സാക്റ്റ് ആയിട്ട് നമുക്ക് എന്താണ് ആവശ്യം എന്ന് നമ്മൾ എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം. ഇപ്പോൾ ഇതേ എക്സാമ്പിൾ നമ്മൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഓർ ലിക്വിഡ് ഫണ്ട് പോലെ മിനിമം ആയിട്ട് റിട്ടേൺസ് തരുന്ന ഓപ്ഷൻസിൽ ഇൻവെസ്റ്റ് ചെയ്യാതെ ബാലൻസ്ഡ് ആയിട്ട് ഡിവിഡൻസ് കിട്ടുന്നത് പോലെയും ഗ്രോത്ത് കിട്ടുന്ന പോലെയുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് ചെയ്താൽ വെറും ഡിവിഡൻഡ് ഇൻകത്തിലൂടെ നമുക്ക് നമ്മുടെ എക്സ്പെൻസസ് മാനേജ് ചെയ്യാൻ കഴിയും. ഇനീഷ്യൽ സ്റ്റേജിൽ നിങ്ങൾ ഏൺ ചെയ്യുമ്പോൾ വരുന്ന ഡിവിഡൻസ് നിങ്ങൾ റീഇൻവെസ്റ്റ് ചെയ്താൽ അത് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് കൂടുതൽ ഹെൽപ്പ് ചെയ്യും. സോ നിങ്ങളും ഇതുപോലെ നിങ്ങൾക്ക് എക്സാക്റ്റ് ആയിട്ട് എത്ര എമൗണ്ട് ആവശ്യമാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ തുടങ്ങുക. കാരണം അപ്പോഴാണ് മണി എന്ന ഗെയിം വിന്ന് ചെയ്യാൻ കഴിയുമെന്നുള്ള കോൺഫിഡൻസ് നിങ്ങൾക്ക് കിട്ടുക. നമ്പർ 4, ഡിസൈഡ് യുവർ അസറ്റ് അലോക്കേഷൻ. നിങ്ങളുടെ അസറ്റ് അലോക്കേഷൻ ആണ് നിങ്ങളുടെ ഫിനാൻഷ്യൽ ലൈഫിൽ നിങ്ങൾ എടുക്കാൻ പോകുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷൻ. എല്ലാവരുടെ അടുത്തും കുറച്ച് പണം ഉണ്ടാകും, എന്നാൽ ആ പണം എവിടെയാണ് ഉണ്ടാകേണ്ടതെന്ന് ഡിസൈഡ് ചെയ്യുന്നതാണ് നിങ്ങളുടെ അസറ്റ് അലോക്കേഷൻ. നിങ്ങളുടെ അടുത്തുള്ള പണം നിങ്ങളുടെ വീട്ടിലെ ലോക്കറിൽ വെക്കാം, അല്ലെങ്കിൽ ബാങ്കിൽ കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റിൽ വെക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പണം സ്റ്റോക്കായിട്ടോ മ്യൂച്വൽ ഫണ്ട് ആയിട്ടോ വെക്കാം, അല്ലെങ്കിൽ ഗോൾഡ് ആൻഡ് സിൽവറും ആകാം. ഇവിടെ നിങ്ങൾ ഒരു കാര്യം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. നിങ്ങൾ ഏൺ ചെയ്ത മണി ബാങ്കിൽ സ്റ്റോർ ചെയ്തിട്ട് മാത്രം നിങ്ങൾക്ക് പണക്കാരനാകാൻ കഴിയില്ല. നിങ്ങളുടെ മണി മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് ഇപ്പോഴുള്ള ബെസ്റ്റ് വേ എന്താണെന്ന് ചോദിച്ചാൽ ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. ഇത് എത്ര പെട്ടെന്ന് ചെയ്യുന്നോ അത്രയും നിങ്ങൾക്ക് നല്ലതാണ്. അല്ലെങ്കിൽ ലൈഫിൽ ലാറ്റർ പോയിന്റ് ഓഫ് ടൈമിൽ മുമ്പ് തന്നെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കണമെന്ന് നിങ്ങൾ വിഷമിക്കും. നമ്പർ 5, ക്രിയേറ്റ് എ ലൈഫ് ടൈം ഇൻകം പ്ലാൻ. ഓതർ ടോണി റോബിൻസ് ബുക്കിൽ ഈ സെക്ഷനിൽ റേ ഡാലിയോ എന്ന ഒരു ഫേമസ് ആയിട്ടുള്ള ഹെഡ്ജ് ഫണ്ട് മാനേജറുടെ ഹെൽപ്പ് യൂസ് ചെയ്താണ് ഈ ഇൻഫർമേഷൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്തത്. ഡാലിയോ ആണ് ഉള്ളതിൽ തന്നെ അൾട്രാ റിച്ച് പീപ്പിൾസിന്റെ ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോസ് മാനേജ് ചെയ്തിരുന്നത്. അവരെ അപേക്ഷിച്ച് മാർക്കറ്റിന്റെ കണ്ടീഷൻ എങ്ങനെയാണെങ്കിലും നമുക്ക് സ്റ്റേബിൾ ആയിട്ടൊരു ഇൻകം കിട്ടിക്കൊണ്ടിരിക്കാൻ ഈ പോർട്ട്ഫോളിയോ സ്ട്രാറ്റജി യൂസ് ചെയ്യാൻ പറയുന്നു. അത് എന്താണെന്ന് ചോദിച്ചാൽ 30% സ്റ്റോക്സ്, 50% ഷോർട്ട് ടേം ബോൺഡ്സ്, 40% ലോങ് ടേം ബോൺഡ്സ്, 7.5% ഗോൾഡ് ആൻഡ് 7.5% കോമഡിറ്റീസ്. ഈ പോർട്ട്ഫോളിയോ സ്ട്രാറ്റജിയിൽ റിയൽ എസ്റ്റേറ്റ് അല്ലാത്ത മറ്റുള്ള എല്ലാ അസറ്റ് ക്ലാസസും റേഡാലിയോ കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങളും ഇത് പ്രാക്ടിക്കലായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിയിൽ സ്യൂട്ടബിൾ ആകുമോ എന്ന് നോക്കുക. നമ്പർ 6, ഇൻവെസ്റ്റ് ലൈക്ക് ടോപ്പ് 0.001%. ഈ സെക്ഷനിൽ നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ് നോളജ് ഈ ലോകത്തുള്ള ടോപ്പ് ഇൻവെസ്റ്റേഴ്സിന്റെ ലെവലിലേക്ക് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യണമെന്നാണ് പറയുന്നത്. നോർമൽ മിഡിൽ ക്ലാസ് പീപ്പിൾസ് അവർ സേവ് ചെയ്ത എല്ലാ എമൗണ്ടും വെറും 4 to 6% റിട്ടേൺസിന് റിസ്ക് എടുക്കുന്നു എന്ന് പറയുന്നു. എന്നാൽ റിച്ച് പീപ്പിൾസ് റിസ്ക് എടുത്താൽ ഇതിനേക്കാളും ഡബിൾ അല്ലെങ്കിൽ ട്രിപ്പിൾ മടങ്ങ് കൂടുതൽ റിട്ടേൺസ് കിട്ടിയാലാണ് അവർ ആ റിസ്ക് തന്നെ എടുക്കുക. അതുകൊണ്ടാണ് ഷെയർ മാർക്കറ്റ് ക്രാഷ് ആകുമ്പോൾ ഇന്ത്യയിലുള്ള മെജോറിറ്റി ഓഫ് പീപ്പിൾസും അതർ സപ്ലൈസിൽ ഫോക്കസ് ചെയ്യുന്ന ടൈമിൽ ഇൻവെസ്റ്റേഴ്സ് ചീപ്പ് പ്രൈസിൽ സ്റ്റോക്കിന്റെ സപ്ലൈസ് ആയിരിക്കും ബൈ ചെയ്യുന്നത്. സോ നിങ്ങളും ആ ടോപ്പ് ഇൻവെസ്റ്റർ ആയിട്ട് മാറാൻ നിങ്ങളുടെ ഫിനാൻഷ്യൽ നോളജ് ഇംപ്രൂവ് ചെയ്യുക. നമ്പർ 7, ലിവ് യുവർ ഡ്രീംസ് ആൻഡ് ഷെയർ ഇറ്റ് ടു ദ വേൾഡ്. നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന സ്റ്റേജ് റീച്ച് ചെയ്ത ഉടനെ നിങ്ങൾ ആർക്കും ആൻസർ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾക്ക് തരുന്ന റിട്ടേൺസിലൂടെ നിങ്ങളുടെ ലൈഫ് ടൈം മുഴുവനായിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത് അതുപോലെ ടൈം സ്പെൻഡ് ചെയ്യാം. അബണ്ടന്റ് ടൈം, അബണ്ടന്റ് ഹെൽത്ത് ആൻഡ് അബണ്ടന്റ് മണി നിങ്ങളുടെ അടുത്ത് ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. വേൾഡ് മുഴുവൻ ട്രാവൽ ചെയ്യാം. നിങ്ങളുടെ ലൈഫിലുള്ള ഇമ്പോർട്ടൻറ്റ് പീപ്പിൾസിന്റെ കൂടെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാം. നിങ്ങളുടെ ടൈം എങ്ങനെയാണ് സ്പെൻഡ് ചെയ്യേണ്ടതെന്ന് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ ഡിസിഷനാണ്. എന്നാൽ ടോണി റോബിൻസ് പറയുന്നത് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്ത ഈ സൊസൈറ്റിക്ക് ഫിലോന്തറാഫിയിലൂടെ തിരിച്ച് സൊസൈറ്റിക്ക് തന്നെ പ്രൊവൈഡ് ചെയ്യാൻ പറയുന്നു. ഇങ്ങനെ ചെയ്താൽ അത് നിങ്ങൾക്ക് കൂടുതൽ ഹാപ്പിനെസ് തരുമെന്ന് പറയുന്നു. സോ നിങ്ങളുടെ മണി എന്ന ഈ ഗെയിം മാസ്റ്റർ ചെയ്ത് ഫിനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ ഈ വീഡിയോയിൽ നമ്മൾ സംസാരിച്ച കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ ട്രൈ ചെയ്യുക. ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം മണി മാസ്റ്റർ ദ ഗെയിം
ബൈ ടോണി റോബിൻസ് എന്ന ബുക്കിൽ നിന്നാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, നിങ്ങളുടെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, ചാനൽ അപ്ഡേറ്റ്സ് ഒന്നും മിസ്സാതിരിക്കാൻ വേണ്ടി. ചാനലിൽ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള അതർ യൂസ്ഫുൾ ഫിനാൻഷ്യൽ വീഡിയോസ് നിങ്ങൾ കാണാൻ ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.